ഇസ്രയേലിൽ ഷെല്ലാക്രമണത്തിൽ മലയാളി മരിച്ചൊരു വാർത്തയാണ്. കൊല്ലം വാടി സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. മികച്ച ശമ്പളവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഇവ രണ്ടും ലക്ഷ്യമിട്ടാണ് നിബിൻ ഇസ്രായേലിലേക്ക് എത്തിയത്. കാർഷിക മേഖലയിലായിരുന്നു ജോലി. 2 മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെത്തിയ നിബിൻ സ്വപ്നം പൂർത്തിയാക്കാതെ മരണത്തിന് കീഴടങ്ങി. ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ല. ഈ പ്രായത്തിലുള്ള ഒരു മകൻ, അതും കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഏത് രാജ്യത്ത് പോയാലും ശരി, ഒരു കാരണവുമില്ലാതെ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് അയാളെ കൊന്നിട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നിബിന് ആക്രമണത്തിൽ പരിക്കേറ്റെന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് കുടുംബത്തിന് വിവരം ലഭിച്ചത്. പരിക്ക് ഭേദമായി നിബിൻ ജീവിതത്തിലേക്ക് കടന്നുവരുമെന്ന് കരുതിയിരുന്ന കുടുംബത്തിലേക്ക് പുലർച്ചെ 1 മണിയോടെ ആ ദുരന്ത വാർത്തയെത്തി. ഇങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. മൂത്ത മോനെ വിളിച്ച് പറയുന്നത്. പിന്നെ ഞാൻ അറിയുന്നത് 12-12:45 മണിയാകുമ്പോഴത്തേക്ക് മരിച്ചതെന്ന് അറിയുന്നത്. അതുവരെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെയാണ്, കുഴപ്പമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്യുന്ന സഹോദരൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്പോൺസറുടെ സഹായത്തോടെ 4 ദിവസങ്ങൾക്കുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ഭാര്യ നിലവിൽ 7 മാസം ഗർഭിണിയാണ്. 5 വയസ്സുള്ള മകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.